ഹായ്, അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം. അമ്മയുടെ വീട്ടിലെ ഒരു സ്റ്റാർ പുളി എന്ന് പറയും. അതേത്തേണ്ട നിറച്ച് പഴുത്ത് നിൽക്കുവാണേ. ഇഷ്ടംപോലെ പുളിയുണ്ട്. ഇത് അച്ചാറിടാൻ പോവാ ഞാനിന്ന് പറിച്ച്. നമുക്കൊന്ന് എല്ലാവരും പറഞ്ഞു ഇത് അച്ചാറിടാൻ കൊള്ളാവുന്ന. അമ്മയൊന്ന് അച്ചാറിട്ട് നോക്കട്ടെ. ഇത് പറിച്ച് ഇഷ്ടം പോലെ നിൽക്കുന്ന എങ്ങും അരി പൊരിയുന്ന പോലുണ്ട്. സ്റ്റാർ പുളി എന്ന് പറയും. പഴുത്തതും ഉണ്ട്, വേണ്ട പഴുത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മ അച്ചാറിടാൻ 2 പുളി പറിക്കുക. ഇതേന്ന് വേണ്ട ഇഷ്ടം പോലുണ്ട്. ഇത് പറിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അരിഞ്ഞ് അച്ചാറിട്ട് കാണിക്കാം എങ്ങനെയാന്ന്. ഇഷ്ടം പോലെ അതാണ്. ഇത് സ്റ്റാർ പുളി എന്ന് പറയും, സ്റ്റാർ പൂട്ട് എന്ന് പറയും ഇതിന്റെ പേര്. ശരിക്കും പേരറിയത്തില്ല. ഇത് തൈ മേടിച്ച് വെച്ചതാ, അതിലുണ്ടായതാ. ഇത് അച്ചാറിടുമെന്ന് പറഞ്ഞു. അമ്മ അച്ചാറൊന്ന് ഇട്ട് നോക്കോ. ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല. പഴുത്തിട്ട് ഇത് വലിയ ഗുണമൊന്നുമില്ല തിന്നാന്. അപ്പോൾ ഇത് അച്ചാറിട്ടൊന്ന് നോക്കാമെന്ന് കണ്ട. നമുക്കിനി ഇതൊന്ന് അരിഞ്ഞ് അച്ചാറിട്ട് നോക്കാം നല്ലതാണോന്ന്. ഇതെങ്ങനെ അരിയണ്ടേന്നൊന്നും അറിയത്തില്ല. ഞാൻ 4ആയിട്ട് കീറി അങ്ങ് അരിയാൻ പോവാ. അരിഞ്ഞൊന്ന് നമുക്ക് അച്ചാറിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് വട്ടത്തിൽ തന്നെ അരിഞ്ഞ അച്ചാറിടുന്ന പ്രാവശ്യം ഫോണിൽ കണ്ടതായിരുന്നു. പക്ഷെ ഞാനിത് ഇട്ടിട്ടില്ല. ഞങ്ങൾക്കിത് ആദ്യമായിട്ടുണ്ടായത്. തൈ മേടിച്ച് വെച്ചതായത്. പക്ഷെ പഴം വലിയ തിന്നാനൊന്നും വലിയ ഗുണമൊന്നുമില്ല. ഇതിന് വല്ല ഗുണമുള്ളതാണോ ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അഭിപ്രായം ഒന്ന് പറയണേ ഇതിനെ കുറിച്ച്. ഇങ്ങനെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം. പുറമേ ഒന്ന് കഴുകിയതാ, എന്നാലും ഇതൊന്നുകൂടെ കഴുകിയേക്കാം അരിഞ്ഞിട്ട്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി വെക്കാം. ഈ പാത്രത്തിലോട്ടിടാം. ഇട്ടിട്ട് ഉപ്പിട്ട് ഇളക്കി വെക്കാം. ഒരു സ്പൂൺ ഉപ്പിനിട്ടു. ഇരിക്കട്ടെ. നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം പൊളിച്ചുകൊണ്ട് വരാം. നമുക്ക് പുളി അച്ചാറിടാം. അരിഞ്ഞ് ഉപ്പെല്ലാം ഇട്ട് വെച്ചേക്കുമായിരുന്നു. നമ്മൾ പുളി അച്ചാർ വേണ്ട എല്ലാം അരിഞ്ഞ് നമുക്കിനി ഇതൊന്ന് ഇട്ട് നോക്കാം. ചട്ടി ചൂടാകട്ടെ. നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയ്ക്കകത്ത അമ്മ ഇടുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിട്ടാൽ ഒത്തിരി നാളിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തച്ചാറിട്ടാലും ഇല്ലേ, കടുകിനകത്തിടാം, കടുകെണ്ണയ്ക്കകത്തിടാമെങ്കിലും അച്ചാർ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ വെച്ചാൽ മതി. നല്ല ഇട്ട് അഴുക്കാകത്തിന് നല്ല അച്ചാറാത്. അല്ലേ നമ്മളൊരു കാര്യം ചെയ്യണം, കടുക് പൊടിച്ചിട്ട് ഈ ചേർക്കണം. കടുക് പൊടിച്ച് ചേർത്താലും ആ അച്ചാറിരുന്നാലും ഒത്തിരി നാളിരിക്കും, അഴുക്കാകത്തില്ല. ഇപ്പം നമ്മൾ നല്ലെണ്ണയ്ക്കകത്തോട്ട് ഇടുക. കുറച്ചേ ഉള്ളൂ അമ്മ.
കുറച്ചേ ഉള്ളൂ അച്ചാറ്. ഞാൻ ആദ്യമായിട്ട് ഇടുക, അതുകൊണ്ട് ഇത് നല്ലതാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു തൈ മേടിച്ച് ഞങ്ങൾ വയ്യത്ത് വെച്ചതായത്. അപ്പോൾ വെച്ച് കഴിഞ്ഞ് ഇതിലുണ്ടായതാ. അപ്പോൾ ഇത് പറിച്ചൊന്ന് നമ്മൾ ഇട്ട് നോക്കുക. നല്ലതാണെ നമുക്ക് ഇനി പിന്നെ ഇടാം. ഇതേറെ ഇട്ടൊന്ന് നോക്കാവല്ലോ എന്നുണ്ട്. അപ്പം ഒന്ന് കാണിച്ചേക്കാവുന്നുണ്ട്. എല്ലാവരും ഒന്ന് കാണട്ടെ. ഇത് വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് പറിച്ചിടുന്ന അച്ചാറിട്ട് നോക്കണം. എനിക്കിതിന്റെ പേരൊന്നും ശരിക്കറിയത്തില്ല. സ്റ്റാർ പുളി എന്നൊക്കെ പറയുന്നു. എനിക്കതേ അറിയത്തുള്ളൂ. ഇത് സ്റ്റാർ പോലെ ഇരിക്കുന്നേ. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കടുകിടാം 1 സ്പൂണ്. കടുകൊന്ന് പൊട്ടട്ടെ. വലിയ പാചകക്കാരിയൊന്നുമല്ല കേട്ടോ. ഞാനെല്ലാം വീട്ടിൽ ഇങ്ങനെ ചെയ്ത് പഠിച്ചതല്ല. കുക്കിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ വീട്ടിൽ ഓരോന്ന് ചെയ്ത് എടുത്തുമൊക്കെയാണ് കാണിക്കുന്നത്. ചെയ്തൊക്കെ അല്ല. കടുക് പൊട്ടി നമുക്കിനി വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം. രണ്ടൊന്ന് മൂക്കട്ടെ. നമ്മളിങ്ങനെ കറികളും അച്ചാറുകളെല്ലാം കൂട്ടിയിട്ടൊക്കെ ഇവിടെ ചേണ്ട കൂട്ടുകാരൊക്കെ പറയും അടിപൊളിയാ, നല്ല അച്ചാറാ, അല്ലെ നല്ല അവിയലാ, അല്ലെ നല്ല സാമ്പാറാ, നല്ല ഇറച്ചിക്കറിയാ എന്നൊക്കെ പറയും. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോ അമ്മയോട് ഒരാളോ പറഞ്ഞത്, എന്നാ പിന്നെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങരുതോ, അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഓരോന്ന് ചെയ്താൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് ചെയ്യുന്നത്. പക്ഷെ ആൾക്കാരെനിക്ക് സപ്പോർട്ടുണ്ട്. എന്നാലും എനിക്ക് സബ്സ്ക്രൈബും വ്യൂവേഴ്സും വേണം. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം, അറിയിക്കണം. നമ്മുടെ കൊച്ചു ചാനൽ കണ്ടിട്ട് എല്ലാവരും കാണണം. കരിയാപ്പിലയിട. നമുക്ക് കരിയാപ്പിലയുണ്ട് ഇഷ്ടം പോലെ. കരിയാപ്പിലയ്ക്ക് പഞ്ഞമില്ല. ഇനിയൊരു കരിയാപ്പിലയുടെ സോസ് ഇടാം, ഒരു വീഡിയോ ഇടാം. എനിക്കൊരു മുളക് പൊടി ഇടാമേ, 1 ടീസ്പൂണ്, 2, 3 ടീസ്പൂൺ. അത് മതി. നമുക്ക് കുറച്ച് പൊടിയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനകത്തോട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി. അതിനെയൊന്ന് മൂപ്പിക്കട്ടെ. മൂപ്പിച്ചിട്ട് ശകലം വെള്ളം കൂടെ ഒഴിക്കുക. അരപ്പൊന്ന് വേഗം ഇത് വെച്ചേക്കാനുള്ളതല്ലോ, ഒരു ശകലം നമുക്ക് കൂട്ടാനുള്ളത് പുളി ഇടുന്നത് കൊണ്ടാണ് ശകലം വെള്ളം ഒഴിച്ച് ചാറൊന്ന്. അതുപോലെ തന്നെ അമ്മ ഈ കട്ടക്കായവ അതൊരിച്ചിരി മുറിച്ചിനകത്തോട്ട് ഇടട്ടെ.
അതൊന്ന് അലിയട്ടെ. പുളിക്ക് ഉപ്പ് വരട്ടിയത്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് ആദ്യം നോക്കാം. പിന്നെ നമുക്ക് ഉപ്പിടാം. പുളി നമുക്ക് അങ്ങോട്ടിടാം. ഉപ്പ് നോക്കട്ടെ, ഉപ്പെല്ലാം വെച്ചുള്ളൂ. ഉപ്പുണ്ട്, ഉപ്പ് നല്ലതായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അച്ചാറിട്ട് കഴിഞ്ഞു. അടിപൊളി ഒരു അച്ചാറാണ്, നല്ല രുചിയൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുപോലെ പുളിയിട്ട് നോക്കണം, നല്ലൊരു പുളി അച്ചാറാണ്. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.